ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ 7ാം ക്ലാസ്സിലെ മാത്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി 2 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ്, അതേപോലെ ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ്, മാത്സ് തുടങ്ങിയ സബ്ജക്റ്റിൻ്റെ ഹിന്ദി തുടങ്ങിയ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും മലയാളം നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയും കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. കൺസിഡർ ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ഫ്രം 1 to 25. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ഫ്രം 1 to 25 കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് 3 ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് ദ ഹയസ്റ്റ് പവർ ഓഫ് വിച്ച് ഡിവൈഡ്സ് ദിസ് പ്രോഡക്റ്റ് വിത്തൗട്ട് റിമൈൻഡർ. അപ്പോൾ 1 to 25 ഹയസ്റ്റ് പവർ ഓഫ് 5 ഏതാണെന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. പിന്നെ ഹയസ്റ്റ് പവർ ഓഫ് 10, അതിനൊരു കണ്ടീഷൻ ഉണ്ട്, വിത്തൗട്ട് റിമൈൻഡർ. ഓക്കെ, പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി സീറോസ് ഡസ് ദിസ് പ്രോഡക്റ്റ് എൻഡ് വിത്ത്. ഇങ്ങനെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളോട് 1 to 25 എന്താ ചോദിക്കുന്നത്? പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ഫ്രം 1 to ഹയസ്റ്റ് പവർ ഓഫ് 5 ആണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഹയസ്റ്റ് പവർ ഓഫ് 5 എന്ന് പറയുമ്പം എങ്ങനെയാണ്? മൾട്ടിപ്പിൾസ് ഓഫ് 1 to 25. 1 to 25 ഹയസ്റ്റ് പവർ ഓഫ് 5 ആണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ എഴുതും? 5, 10, 15, പിന്നെ 20, 25. ഓക്കെ, ഹയസ്റ്റ് പവർ ഓഫ് 5 പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ 5, 10, 15, 20, 25. ഓക്കെ, ഇനി ഇവിടെ നോക്കുകയെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ 5 എന്ന് പറയുമ്പോൾ 1 into 5, 10 എന്ന് പറയുമ്പോൾ 2 into 5. ഓക്കെ, 15 എന്ന് പറയുമ്പോൾ 3 into 5, 20 എന്ന് പറയുമ്പോൾ 4 into 5. ഇനി 25 എന്ന് പറയുമ്പോൾ എന്താണ്? 5 into 5. ഓക്കെ, അപ്പോൾ 5 into 5 നിങ്ങൾ നോട്ട് ചെയ്തല്ലോ. അപ്പോൾ ഹയസ്റ്റ് പവർ ഓഫ് 5 എത്രയാണ്? 135 - 7, 3 + 23 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് 135 - 73 - 23. ഇപ്പോൾ 73 - 23 നമ്മളൊരു ബോക്സിലാക്കുക. ആദ്യം നമ്മൾ അതാണ് ചെയ്യേണ്ടത്. 73 - 23 ദാറ്റ് ഈസ് 50. 135 - 50 ദാറ്റ് ഈസ് 85. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 38 - 8 1/2 + 1/2. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 38 - 8 1/2 + 1/2. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ ചെയ്ത പോലെ 38 - 8 1/2 - 1/2. ഓക്കെ, 38 - 8. ഓക്കെ, 38 - 8 = 30. ഇങ്ങനെയാണ് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷനിലെ ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് 19 - 6.5 അല്ലേ, + 2.5. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ ചെയ്യേണ്ടത് 19 - 6.5 - 2.5 അല്ലേ. ഇത് രണ്ടും ബ്രാക്കറ്റിൽ 19 - 6.5 എന്ന് 2.5 പോയാൽ എത്രയാണ്? 4. അപ്പോൾ 19 - 4, 19 - 4 ദാറ്റ് ഈസ് 15. ഓക്കെ, ഇനി നെക്സ്റ്റ്. ഇനി അടുത്തത് 135 - 35 - 18. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 135 - 35 + 18 ആണ് ഇവിടെ വരേണ്ടത്. ഓക്കെ, 135 നിന്ന് 35 കുറച്ചാൽ മൈനസ് ചെയ്താൽ 100 + 18. അപ്പോൾ 118 ഇതാണ് ആൻസർ. ഓക്കെ, ഇതേപോലെ വേറൊരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. 240 - 40 - 13. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇത് നമ്മളെങ്ങനെ ചെയ്യും? 240 -
40 plus 13. Okay, plus 13. For 240 minus 40, 200 plus 13. ഇതാണ് ആൻസർ വരിക. 213 ആണ് ആൻസർ വരിക. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി അടുത്തത്, when Ramu and Raju divided a sum of money in the ratio of 3:2, Ramu got 480 rupees. First question idana, how much did Raju get? What was the sum that divided? Okay, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് രാമുവും രാജുവും ഡിവൈഡഡ് എത്ര? 3:2. അപ്പോൾ നമുക്ക് റേഷ്യോ ഓഫ് രാമു ആൻഡ് രാജു 3:2 എന്ന് എഴുതാം. 3:2. ഓക്കെ, അപ്പോൾ അതിൽ രാമു ഗോട്ട് എമൗണ്ട്, രാമു ഗോട്ട് എത്രയാണ്? രാമുവിന് കിട്ടിയ തുക എത്രയാണ്? രാമു ഗെറ്റ് എത്രയാണ്? 480 rupees. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ എന്താണ് കാണേണ്ടത്? 480നെ നമ്മൾ എന്ത് ചെയ്യും? 480നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇതിൽ നിന്ന് നമുക്ക് ഒരു പോർഷനാണ് കിട്ടേണ്ടത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 480നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 160 കിട്ടി. ഓക്കെ, അപ്പോൾ എമൗണ്ട് രാജു ഗോട്ട്, രാജു എത്രയാണ്? 2 ആണല്ലോ. 3:2 ആണ് രാജു. ഇത് രാമു, ഇത് രാജു. അപ്പോൾ 160 into 2, ദാറ്റ് ഈസ് 320. ഓക്കെ, ഇനി 320 ആണ് കിട്ടിയത്. അപ്പോൾ നേരത്തെ നമ്മളോട് പറഞ്ഞു രാമുവിന് കിട്ടിയത് 480 ആണ്. അപ്പോൾ നമുക്ക് രാജുവിന് കിട്ടിയ 320 ആണെന്നും കണ്ടു. അപ്പോൾ മൊത്തത്തിലുള്ള എമൗണ്ട് 82 + 10, ബാലൻസ് 1, 4, 5, 5, 3, 8, 800 rupees ആണ്. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലംസ് നോക്കാം. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യനും റേഷ്യോയിലുള്ളതാണ്. ദ പ്രൈസ് ഓഫ് എ ലിറ്റർ ഓഫ് കോക്കനട്ട് ഓയിൽ ഈസ് 180.92 rupees. ഓക്കെ, വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 2.5 liters ഓഫ് കോക്കനട്ട് ഓയിൽ? ഓക്കെ, അപ്പോൾ നമ്മളോട് ആദ്യം പറഞ്ഞത് എന്താണ്? 1 ലിറ്റർ കോക്കനട്ട് ഓയിലാണ് പറഞ്ഞത്. 1 ലിറ്റർ കോക്കനട്ട് ഓയിൽ എത്ര ഉണ്ടെന്നാണ് പറഞ്ഞത്? അതിന് 180.92 rupees ഉള്ളത്. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എഴുതാൻ നിങ്ങൾക്കറിയാലോ. പ്രൈസ് ഓഫ് 1 ലിറ്റർ ഓഫ് കോക്കനട്ട് 180.92. പ്രൈസ് ഓഫ് 2.5 liters ഓഫ് കോക്കനട്ട് ഓയിൽ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 180.92 into 2.5 അല്ലേ? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താക്കുക? ഡെസിമൽ പോയിൻ്റ് ഒക്കെ അങ്ങോട്ട് ഇഗ്നോർ ചെയ്യുക. ഓക്കെ, ഇത് നമ്മൾ ആദ്യം ചെയ്യാം. അപ്പോൾ 5 into 2 10. അപ്പോൾ ബാലൻസ് 1. 9 into 5 എത്രയാണ്? 45. 45 + 1 46. ബാലൻസ് 4. 5 into 0 0 ആണ്. അപ്പോൾ നമ്മൾ ബാലൻസ് എഴുതി. 5 into 8 40. ബാലൻസ് 4. 5 into 1 4. 4 + 4 4 + 5 9. ഇനി അടുത്ത 2 into 6 2 into 2 4. 2 into 9 18. ബാലൻസ് 1. 2 into 8 16. 2 into 1 2 അതിൻ്റെ ബാലൻസ് 3 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 90460 താഴെ 48163. ഇങ്ങനെ ഓർഡറിൽ തന്നെ എഴുതാൻ എല്ലാം തെറ്റിപ്പോവും. 6 4 10, 1 4 5, 5 8 13, 0 1 1, ബാലൻസുള്ള 1 കൂട്ടി 9 6 15, 1 3 4. ഇത്രയാണ് നമ്മുടെ ആൻസർ കിട്ടിയത്. ഇനി പോയിൻ്റ് ഇടുന്ന ഇവിടെ 2 പ്ലേസും ഉണ്ട്, ഇവിടെ ഒരു പ്ലേസ് ഉണ്ട്. അപ്പോൾ മൊത്തം 3 പ്ലേസ് വേണം. അപ്പോൾ 1 2 3. അപ്പോൾ നമ്മളെ പോയിൻ്റ് എവിടെ ഇടും? നമ്മൾ 4 5 2.5
നമുക്ക് കിട്ടിയ ആൻസറിന്. അതായത് 3 പോയിൻ്റ് മാറ്റിയിടണം, അത്ര ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ.